അർത്ഥം ഇങ്ങനെ ആകാശത്തിന് മുകളിലിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. സ്വർഗം ആകാശത്തിന് മുകളിലുള്ള ഒരു സ്ഥലമല്ല. എന്നാൽ നമ്മളുടെ സങ്കല്പത്തിൽ സ്വർഗം ഇങ്ങനെ മുകളിലേക്കാണ് നമ്മൾ നോക്കാറ്. എന്ന് പറഞ്ഞാൽ ദൈവം സർവാധിപനും സർവശക്തനും സൃഷ്ടാവുമാണ്. ആ സൃഷ്ടാവ് സൃഷ്ടിച്ച ഭൂസ്വർഗങ്ങളുടെ മുകളിൽ സൃഷ്ടാവിന് ആധിപത്യമുണ്ടെന്നുള്ള ഒരു തത്വത്തിലാണ് ദൈവം സൃഷ്ടിച്ചതെല്ലാത്തിൻ്റെയും മേൽ ദൈവത്തിന് ആധിപത്യമുണ്ട്. ഭക്ഷണത്തിന് സമയമായി, ഒരു 5 മിനിറ്റ് കൂടി. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ മുകളിൽ നിന്ന് കാണിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്ഥലമല്ല ദൈവം ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വാത്സല്യം, സ്നേഹം നിറഞ്ഞൊഴുകുന്നു. അതാണ് സ്വർഗത്തിൻ്റെ അനുഭവം. ഏറ്റവും വലിയ ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ ഒന്നാണത്. ആ അർത്ഥത്തിൽ പിതാവിനെ നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ ആരെന്ന് വിളിക്കും? മക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണ്? മക്കളാണ്. ആരുടെ മക്കൾ? ഇത്രയും വാത്സല്യമുള്ള ആ പിതാവിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് പല വിശുദ്ധന്മാരുടെയും ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഞാൻ പറയാറുള്ളൊരു ഉദാഹരണം. ഒരു സന്യാസ സഭയിൽ പ്രിയോർ ഒരു സന്യാസിക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു എന്തോ കാര്യത്തിന്. അവിടെ പോയിരുന്നൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ പറഞ്ഞു. വെയിലത്ത് പോയിരുന്ന് സ്വർഗസ്ഥനായ പിതാവ്, പുള്ളി സ്വർഗസ്ഥനായ അതനുസരിച്ചാൽ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ആളെ കാണാനില്ല. അന്ന് ഉച്ചയ്ക്ക് ഊണിന് വന്നില്ല, വൈകുന്നേരം കാപ്പിക്ക് കാണാനില്ല, രാത്രി അത്താഴത്തിന് കാണാനില്ല, പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാണാനില്ല. അപ്പോൾ പ്രിയോരച്ഛനാകെ പേടിയായി, എന്ത് പറ്റിയാവും. അപ്പോൾ വേറൊരു സന്യാസിയെ വിട്ടിട്ട് കുറച്ചൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ആളവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ചെന്ന് വിളിച്ചു, അച്ചു അച്ചു, ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? അങ്ങടേക്ക് പോകാൻ പറ്റണില്ല. കാരണം ആ പിതാവിൻ്റെ ആ വാത്സല്യം, ആ പിതാവിൻ്റെ സർവാധിപത്യം, ആ പിതാവിൻ്റെ മഹത്വം, അതെല്ലാം എൻ്റെ ഉള്ളിലിങ്ങനെ കാണുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം സമയമെടുക്കുന്നത് ഈ ആദ്യത്തെ 2 വാക്കിനാണ്. നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പാലപ്പടക്കത്തിന് തീ കൊടുത്ത അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ഒന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ സഭ രക്ഷപ്പെട്ടു. സഭ മുഴുവനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രഹസ്യം. ഈശോ ചുമ്മാ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് നീ ഇതങ്ങ് പ്രാർത്ഥിച്ചോട്ടോ. ചിലർ പറയും, ചിലർ പ്രാർത്ഥിക്കാറുണ്ട്, ഇത്ര സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ആളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, പക്ഷെ അങ്ങനെ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിച്ചത്? കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോടൊരിക്കൽ ഈശോ ഇങ്ങനെ പറയാണ്, അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നോട് പറയാണ്, ആ ശതാധിപൻ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ കാര്യം നടക്കും. എന്താ പറഞ്ഞു? അങ്ങ് ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ എൻ്റെ ഭൃത്യം സുഖപ്പെടും. കർത്താവ് പറയും, കണ്ടു എന്തൊരു വിശ്വാസം. ഇതുപോലെയുള്ള വിശ്വാസം ഞങ്ങളുടെ കേരളത്തിൽ പോലുമില്ല.
ഇവിടുത്തെ വിശ്വാസം എങ്ങനെയാ? 33 സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാണെങ്കിൽ കാര്യം നടക്കും. 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലാണെങ്കിൽ കാര്യം നടക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ വിശ്വാസം. അതേസമയത്ത് നമുക്കിങ്ങനെ വിശ്വസിച്ചൂടെ? കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കാര്യം അവിടെ നടക്കും. അതാണ് ഈശോ പറഞ്ഞ, ഒരു കടുക് മണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. ആർക്ക് അസാധ്യമായി? എനിക്ക്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ള കാര്യം വലിയ കാര്യമൊന്നുമില്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷെ എന്താണ്, ആ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ അതേ ഫാക്കൽറ്റി നമുക്ക് തരുകയാണ്. അതാണ് വിശ്വാസം. വിശ്വസിക്കുന്നവനിൽ എന്ത് സംഭവിക്കുന്നു? ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. മുഴുവനായിട്ടാണോ? മുഴുവനായിട്ട്. ഓക്കെ. അപ്പം ഇനി ഇത്രയും മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ പ്രാർത്ഥന? അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമയമെടുത്ത് ആ പിതാവിൻ്റെ സ്നേഹവാത്സല്യ കരുണാമയനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പിതാവിൻ്റെ മകനാണ് ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കാൻ കേട്ടോ. നമ്മൾ അടുത്ത നാട്ടുകാരാണല്ലോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പറവൂരാണ്, ചേന്നമംഗലമാണ് വീട്. അപ്പോൾ അപ്പൻ ടീച്ചറാണ്. അപ്പനും ട്രഷറിയിൽ പണം അടയ്ക്കാൻ പോകാൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നോടത്ത് പോയി ഇന്ന വാരി ചലാൻ ഫിലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ട്രഷറിയുടെ ആ ക്യാഷ് കൗണ്ടറിൽ എന്നെ കാണാൻ പറ്റില്ല, എൻ്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ക്യാഷ്യർ ചോദിച്ചു, ഇത് ആരുടെ കൈയാണിത്? അവിടെ. അപ്പോൾ പുറലിരുന്ന ഒരാൾ എന്നെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. ഓ, തോമസ് പോൾ സാറിൻ്റെ മോനാണല്ലേ? ആ, മിടുക്കൻ. അപ്പോൾ എനിക്കത് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയങ്കര രജിസ്റ്റർ ചെയ്ത് കിടക്കുകയാണ്. എന്താണ്? തോമസ് പോൾ സാറിൻ്റെ മോനാണല്ലേ? അപ്പോൾ ഈ പ്രായത്തിൽ ആരും ഇതേമാതിരി ട്രഷറിയിൽ പൈസ അടയ്ക്കാനൊന്നും ആരും വരില്ല. ഒക്കെ വലിയ വലിയ ആൾക്കാർ. ഞാൻ മാത്രം കുഞ്ഞ്, ഒരു കൊച്ച്, കൈ മാത്രം അങ്ങടേക്ക് കാണിക്കാൻ പറ്റാതെ. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ അത് രജിസ്റ്ററായി കിടക്കണത് എന്തുകൊണ്ടാണ്? എൻ്റെ അപ്പനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് എന്നെ അവിടെ അറിയണത്, ഇല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവ പിതാവിൻ്റെ വാത്സല്യവും ജ്ഞാനവും ശക്തിയും എല്ലാം നിറഞ്ഞ മക്കളാണ് എന്നുള്ള ഒരു അവബോധം ഈ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാവണം. നമ്മൾ ദൈവം പിതാവാണെങ്കിൽ നമ്മൾ മക്കളാണ്. മക്കൾ എന്നുള്ള നിലയ്ക്ക് അഭിമാനമുണ്ട്. സകല നന്മകളുടെയും അധിപതിയാണ് നമ്മുടെ അപ്പൻ. സർവജ്ഞാനിയാണ് നമ്മുടെ അപ്പൻ. സർവാധിപനാണ് നമ്മുടെ അപ്പൻ. ആ ഒരു വലിയ വിശാലമായ ഒരു മനസ്സ് നമ്മളിലേക്ക് വരുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ആമുഖമെന്ന് പറയുന്നത്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, ആ സ്വർഗീയ പിതാവിൻ്റെ ഏകമകനായ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ സഹോദരനാണ്. ആണോ? 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 ആ ഈശോവരെയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആരുടെ? ഈശോ മിശിഹായുടെയും എൻ്റെയും ലോകം മുഴുവൻ്റെയും. അത് നമ്മളെ സംബന്ധിച്ച് അവിടെ പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഈശോയും ഞാനും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോ നമ്മളോട് പറയാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയാണ് നമ്മളോട് കൂടെ പ്രാർത്ഥിക്കുന്നത്. ഇനി ആ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ കാര്യം എന്താ? അങ്ങയുടെ നാമം പരിശുദ്ധമാണ്. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
അങ്ങയുടെ ആ പരിശുദ്ധി എന്നിലേക്ക് ഒഴുക്കണമേ. ഞാൻ അങ്ങയുടെ മകനായതിൻ്റെ പേരിൽ അങ്ങയുടെ പരിശുദ്ധി എൻ്റെ അവകാശമാണ്. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതാണ് ആദ്യത്തെ ആ പ്രാർത്ഥന. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹലോഡ് ബി ദൈ നെയിം. അങ്ങയുടെ ആ പരിശുദ്ധിയിൽ എന്നെ പങ്കുകാരനാക്കണേ. അപ്പോൾ നമ്മൾ എവിടെയെല്ലാമാണ് പരിശുദ്ധിയുടെ ആവശ്യം, ആ മേഖലകളെല്ലാം പിതാവേ നീ ഇതൊക്കെ വിശദീകരിക്കണേ. ഇനി രണ്ടാമത്തേത്, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ യേശുക്രിസ്തു നമുക്ക് ചെയ്തു തരുന്നതും യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് അങ്ങയുടെ രാജ്യം. അങ്ങയുടെ രാജ്യം എന്ന് പറയുന്നത് യേശു രാജാവായിരിക്കുന്ന രാജ്യമാണ്, യേശു നയിക്കുന്ന രാജ്യമാണ്, യേശു തൻ്റെ ജീവൻ ഭക്ഷണമായി തരുന്ന രാജ്യമാണ്, യേശുവിൻ്റെ വചനത്തിൻ്റെ രാജ്യമാണ്, യേശുവിൻ്റെ കരുണയുടെ രാജ്യമാണ്, യേശു നമ്മുടെ പാപങ്ങൾക്ക് യേശു പരിഹാരം ചെയ്തിരിക്കുന്ന രാജ്യമാണ്, യേശുവിൻ്റെ നീതിയുടെ രാജ്യമാണ്. അങ്ങയുടെ ഹിതം, ഇവിടെയാണ് അടുത്ത കുഴപ്പം. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. സ്വർഗത്തിൽ എങ്ങനെയാണ് അങ്ങയുടെ ഹിതം? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതവും അവിടെ ഉള്ളവരുടെ സ്വർഗവാസികളുടെ ഹിതവും ഒന്നാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം, എങ്ങനെയെങ്കിലും എൻ്റെ മകനൊന്ന് ഫോറിനിൽ ചെന്നാൽ കർത്താവേ പ്രാർത്ഥന കേൾക്കണേ ഉണ്ടോ. അപ്പം നമ്മൾ അവനെ ഫോറിനിൽ അയക്കാനുള്ള ഹിതം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ദൈവഹിതമാണോ? എത്ര പ്രാർത്ഥിച്ചിട്ടും വിസ കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം അതല്ല ദൈവഹിതം. ഈ നാട്ടിലൊക്കെ സ്ഥലമില്ല എന്നിട്ടാണോ? പക്ഷെ ദൈവഹിതം ആണെങ്കിൽ പോകും. ദൈവത്തിന് ആഗ്രഹം നമ്മൾ ഇവിടെ നിന്ന് ഫോറിനിൽ പോയി ഒരു മിഷണറിയുമായി അവർ ഉപയോഗിക്കണമെന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളെ അധികവും നമ്മൾ തീരുമാനിച്ചിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം തന്നെ എന്ത് സംഭവിച്ചിരിക്കണു? നമ്മുടെ ഹിതമാണ് നമ്മൾ മുറുക്കെ പിടിക്കുന്നത്. ഇവിടെയാണ് പ്രാർത്ഥന ഫ്രീസായി, പ്രാർത്ഥന അവിടെ നിർവീര്യമായി. കാരണം ഏതാ നല്ലത്? നമ്മുടെ ഹിതമനുസരിച്ച് കാര്യം നടക്കണതാണോ നല്ലത്? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നടക്കണതാണോ നല്ലത്? ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ഇവിടെ നമ്മൾ പറയണം, കർത്താവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അത് ഉള്ളിലും തോന്നണം നമുക്ക്. ഇപ്പം യോനായുടെ കാര്യം നമ്മൾ പറഞ്ഞു. യോനായുടെ ദൈവഹിതം അറിയാമായിരുന്നിട്ട് പോലും യോനാക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റണില്ല. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിൽ ഇത് വലിയൊരു ഇതാണ്. നമ്മുടെ അവസ്ഥയിൽ ഇന്ന് എല്ലാവരും അവരവരുടെ ഹിതം പിടിച്ചു വച്ചിരിക്കുകയാണ്. എനിക്കിന്നത് വേണം, എനിക്കിന്നത് വേണം, എനിക്കിന്നത് വേണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം അതിനേക്കാൾ വലുതാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെങ്കിലും അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ആ മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഒരു കുടുക്ക്. നമ്മുടെ ഹിതത്തെ, അതുകൊണ്ടാണ് എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടാണ് അവിടെ നമുക്കത് ചിന്ത വരുന്നത്. മറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ ഹിതത്തിനേക്കാൾ വലിയതായ ദൈവത്തിൻ്റെ ഹിതത്തിനെ നമ്മൾ കൊടുക്കും. ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റിനെയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ട്രപ്പീസ് ആർട്ടിസ്റ്റ് ട്രപ്പീസിൽ പിടിച്ചിങ്ങനെ തൂങ്ങി ഇങ്ങനെ ആടി ചെന്നിട്ട് അങ്ങ് മുകളിലേക്ക് അങ്ങ് കൈ പിടിച്ച് ആ മുകളിലത്തെ ബാറിൽ ഒറ്റപ്പെടുത്തും. ഇപ്പം ഈ താഴത്തെ ബാർ വിടണോ വേണ്ടയോ? താഴത്തെ ബാർ വിട്ടില്ലെങ്കിൽ അപകടം. ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണ്. ആ ഹിതം നമുക്ക് കാണാം. അതിൽ ചാടി പിടിച്ചോ. അപ്പം അവിടെയാണ് പ്രാർത്ഥന അങ്ങ് ഉയരുകയാണ്. ഞങ്ങളുടെ വിചാരങ്ങൾ അങ്ങയിലേക്ക് ഉയരും. ഇനി അന്നു വേണ്ട ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആണ് ക്ഷമയുടെ കാര്യം വേണ്ടത്. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിൽ ദൈവരാജ്യം സമാഗതമായി, നമ്മളിൽ ദൈവസ്നേഹം ഒഴുകി,
ദൈവജ്ഞാനം ഒഴുകിക്കഴിയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. അപ്പോഴാണ് ക്ഷമിക്കാൻ പറ്റണത്. ആദ്യം ക്ഷമിക്കാൻ നോക്കിയാൽ കിട്ടില്ല, സ്നേഹിക്കാൻ നോക്കിയാൽ കിട്ടില്ല. അതിനുശേഷം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപം വരുന്നു. അതിനുശേഷം എന്താണ് ഈ പാപ കാരണം? പ്രലോഭനങ്ങളാണ്. ആ പ്രലോഭനങ്ങൾ വീഴാതിരിക്കുകയാണെങ്കിൽ പിന്നെ പാപം ചെയ്യില്ലല്ലോ. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ പാപം ചെയ്യരുതാണ്. പാപം ചെയ്യാതിരിക്കാൻ, പാപം ചെയ്യാൻ അതിൻ്റെ പ്രലോഭനങ്ങളെ വരെ കർത്താവ് എടുത്ത് മാറ്റും. അതാണ് പിന്നെ അവസാനത്തേത്, സകല തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. തിന്മ നമുക്ക് ചുറ്റും ഈ അവസാനം വരെ ഉണ്ടാകും. തിന്മയെ ഒഴിവാക്കും. നമ്മൾ മനസ്സിലാക്കിയില്ലേ? താമര ചെളിയിൽ വളരുന്ന പോലെ തിന്മ ഈ ഭൂമിയിൽ അവസാനം വരെ ഉണ്ടാകും. അതാണ് കർത്താവ് പറഞ്ഞത്. അത് അവിടെ ഇരുന്നോട്ടെ, ആ കളകളും വളർന്നോട്ടെ. പക്ഷേ കളകൾക്ക് നല്ല ചെടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തിന്മ നശ്വരമാണ്, നന്മ അനശ്വരമാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അനന്തമായ അനശ്വരതയാണ് നമ്മളിൽ ദൈവം തന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ദൈവം അനുവദിക്കുന്ന തിന്മ അവിടെ വേണം. എങ്കിലേ താമര വളരുകയുള്ളൂ, എങ്കിലേ നമ്മൾ വളരുകയുള്ളൂ. എന്നാൽ അതിൽ നിന്ന് നമ്മളെ വളർത്തിയെടുക്കുന്ന പ്രാർത്ഥനയാണ്, സകല തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, സംരക്ഷിക്കണേ. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനം ശരിക്കും മനസ്സിലാവുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കണ്ണടച്ച് ഈ ബോധ്യത്തോടെ സാവധാനം ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവ്, ഒരു പ്രാവശ്യം ആ അനന്തകാരുണ്യായ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതം. ഒന്ന് നമ്മുടെ ഹിതത്തെ അങ്ങ് വിട്ടുകൊടുത്തേ. ദൈവമേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. സ്വർഗത്തിലെ പോലെ എന്നിലുമാകണേ, ഭൂമിയിലുമാകണേ. ഒരിക്കൽ കൂടി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, കരുണാനിധിയായ പിതാവേ, അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ പരിപൂർണ വിശുദ്ധി എനിക്ക് അവകാശമാണ്. അങ്ങയുടെ രാജ്യം എന്നിൽ വരണേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകണം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ അനന്തതയിലേക്ക് കൊണ്ടുചെല്ലുന്ന ആഹാരം, ഞങ്ങളുടെ ജീവനെ ഈ ജീവിതത്തിൽ നിന്ന് ഉയർത്തി ദൈവീകമായ ജ്ഞാനവും ശക്തിയും തരുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട്, ഞങ്ങളോട് തിന്മ ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ നമുക്ക് ക്ഷമിക്കാം. നമ്മളോട് തിന്മ ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാം. നമ്മളോട് തിന്മ ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കുന്നു കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു. അതുപോലെ മറ്റുള്ളവരോട്, അതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പിതാവേ, അങ്ങ് ക്ഷമയാണ്, കരുണയാണ്. ഒരിക്കലും ഞങ്ങളെ ശിക്ഷിക്കില്ല. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്തിരി സമയം കൂടിപ്പോയി. വേഗം ഭക്ഷണം കഴിച്ചിട്ട്
വേഗം ഓടി വരാം.